അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. ഒരുപാട് കരങ്ങളാൽ വീട് അൽഹംദുലില്ലാ ഇവിടം വരെ എത്തി. 26-ാം തീയതി ഞാൻ താമസമാവേണ്. പാലിയച്ചിന് വരണം, നിങ്ങളെല്ലാവരും വരണം. സഹായിച്ചവരും അല്ലാതെ ദുആയിൽ ഉൾപ്പെടുത്തിയവരും എല്ലാവർക്കും വരാം ഇൻഷാ അല്ലാഹ്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കാണും. പിന്നെ എൻ്റെ ഉമ്മ ഉപ്പാക്കൂട്ടർ എല്ലാവരും കാണും. പിന്നെ എൻ്റെ അയൽവാസികൾ, എൻ്റെ നാട്ടുകാർ, എൻ്റെ ജമാഅത്തിലെ ആൾക്കാർ എല്ലാവരും കാണും ഇൻഷാ അല്ലാഹ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. പിന്നെ 25-ാം തീയതി എൻ്റെ മോന്റെ സുന്നത്താണ്, മിഫ്സൽ മോന്റെ മിച്ചു മോന്റെ സുന്നത്താണ്. അതിലൊക്കെ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു. ഒരാടെ ദുആ അല്ല, ഒന്നിലധികം പേരെ ദുആയാണ്. ഈ മാസത്തെ വാടകയും കൂടെ കൊടുത്ത് ഇവിടെ കുറച്ച് ക്ലീൻ ആക്കി 2-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് മാറോള്. വീട് ചാവി കൊടുക്കോള്. കുറച്ച് ജോലിയുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സന്തോഷം. എല്ലാം ക്ലീൻ ആണ്, പക്ഷെ നമുക്ക് കുറച്ച് പൈപ്പൊക്കെ കുറച്ച് ശരിയാക്കാനുണ്ട്. ഞാൻ ഓണറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഇൻഷാ അല്ലാഹ് ഒരുപാട് സപ്പോർട്ട് എല്ലാം ഇവിടം വരെ എത്തി അൽഹംദുലില്ലാ. മിഷ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ആ ഒരു വ്യക്തി, നെജില നജി എന്നാണ് അവരുടെ പേര്. നെജിലയെ പ്രത്യേകിച്ച് ഇനി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക ആളുകൾക്ക് ഇപ്പൊ പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് നെജിലയുടേത്, അല്ലെ? ഷാജിദയുടെ ഒരു വീഡിയോ ഈ ഒരു പുള്ളിക്കാരത്തി ഒരിക്കൽ ചെയ്യാനിടയായതും ഷാജിദ ഇവരെ കുറിച്ച് പറഞ്ഞതും പിന്നെ ഇവർ തമ്മിലുണ്ടായ സംസാര കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലേ. എന്തായാലും പുള്ളിക്കാരത്തി നെജിലയെ അതോട് തന്നെയാണ് ആളുകൾക്ക് പരിചിതമായത്. ഇപ്പം പുള്ളിക്കാരത്തിയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് 12K സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ആ ഒരു ചാനൽ ഇപ്പോൾ 35K സബ്സ്ക്രൈബറോളമായി. അതായത് അത്രത്തോളം സ്നേഹം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്, അല്ലെ? ഇപ്പൊ പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവരുടെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ നിറവേറിയത്, അല്ലേ? എല്ലാവർക്കും ഉണ്ടാകും വീടെന്നുള്ള ഒരു സ്വപ്നം. അത് ആ ഒരു സ്വപ്നം പൂവണിയുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണല്ലേ. നമ്മൾ എത്രയോ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം നിറവേറുമ്പോൾ നമുക്ക് എന്നില്ലാത്ത ഒരു സന്തോഷം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നെജിലയ്ക്കും തോന്നിയിരിക്കുന്നത്. വാടക വീട്ടിലാണ് പുള്ളിക്കാരത്തി ഇത്രയും നാളും കഴിഞ്ഞിരുന്നത്. ആ വാടക വീട്ടിൽ നിന്ന് അതായത് 26-ാം തീയതി താമസം മാറുകയാണെന്ന് പറഞ്ഞ് നെജില നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 25-ാം തീയതി മകന്റെ സുന്നത്തുമാണെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നെജിലയുടെ ഹോം ടൂർ എന്ന് പറയുന്ന ആ ഒരു വീടിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നമുക്കതൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഒരുപാട് ഹോം ടൂറുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഹോം ടൂർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും അതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. എന്തായാലും നമുക്ക് അവരുടെ ഹോം ടൂർ ഒന്ന് കണ്ടു നോക്കാം. വീടിന്റെ ഫൈനൽ ലുക്ക് കണ്ട നോക്ക്. ഇതാണ് എന്റെ വീട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ കാണിച്ചു തരാത്തണ്ടെന്ന് അറിയാമോ? ഇന്നലെ രാത്രിയും പണിയുണ്ടായിരുന്നു അൽഹംദുലില്ലാ. നോക്ക്, നമ്മളെ സാധനങ്ങൾ രാവിലെ ഞാൻ തുടച്ചൊക്കെ ഇട്ട് പിന്നെ ആദ്യം വീടിന്റെ ഫ്രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഈ ഫ്രണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങളെല്ലാം ഒന്നും ചെയ്തിട്ടില്ല, പൂശിയിട്ടില്ല. കാരണം അറിയാലോ അവസ്ഥ. പിന്നെ ഇത് അടുക്കളയിലെ കിച്ചണിലെ വെള്ളം വീഴുന്ന സ്ഥലമാണ്. മോള് മാറിയെന്നാണ് വന്ന. ഇത് കണ്ടോ, ജനലെല്ലാം ഒന്ന് പെയിന്റ് അടിച്ച്. ഫ്രണ്ട് ആ കതവ് മാത്രമേ പോളിഷ് ചെയ്തോളൂ. നോക്ക്, സ്റ്റെയർ ഒന്നും ചെയ്തിട്ടില്ല. ബേക്ക് ഭാഗമൊക്കെ ആ പൈപ്പൊക്കെ പിടിച്ച് കെട്ടിയിരിക്കണുണ്ട്. അതിലൊന്ന് സിമന്റ് ഇടണം. ഇനി സിമന്റ് ഇട്ട് ഇറക്കണം. കണ്ടേ, അൽഹംദുലില്ലാ. കിണറൊക്കെ അതുപോലെ തന്നെ. ഇനി കിണറിനൊരു ചിറ്റാക കെട്ടണം. കറണ്ട് ഇതാ നോക്ക്. ഇത് അടുക്കള ഭാഗം ബേക്ക്. അപ്പൊ ഞാൻ ബേക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങളെ ഫുൾ ലുക്ക് കാണിച്ചു തരാം. ബേക്കിന്റെ മുകളൊന്നും ബേക്ക് ഭാഗം ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ തന്ന കഥവുകളാണ് അൽഹംദുലില്ലാ. ജനലൊക്കെ ഇവിടെ ഇട്ട് പണിഞ്ഞത് തന്നെ. ഇതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച്, ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ച്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ സൈഡ് ഭാഗം. അന്ന് ആ ബാത്റൂമിന്റെ ഇത് കണ്ടില്ലേ, അത് മണ്ണിട്ടൊക്കെ നികത്തി ഇവിടേക്ക് അരിഞ്ഞിറക്കി. ഇത് ഇവിടെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ അൽഹംദുലില്ലാ, ഇത്ര ആയത് തന്നെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയണം അൽഹംദുലില്ലാ. കാരണം എന്ന് വെച്ചാൽ അറിയാലോ, അപ്പോഴ് നമ്മൾ വീട്ടിനകത്തോട്ട് കയറിയാണ്. ഫ്രണ്ട് കണ്ടല്ലോ, മസ്ർ മോളെ അകത്തോട്ട് കയറ്. ഗ്രില്ല് പതുക്കെ തുറ. ഇതൊക്കെ ഇന്നലെ രാത്രി 1:30 മക്കളെ ബക്കറ്റ് ഇടുവോ എന്നെ വലിച്ച് അടയ്ക്കല്ലേ മക്കളെ. ഇത് കണ്ട നമ്മളെ സിറ്റ് ഔട്ടിന്റെ ടൈല് നോക്ക്. ഈ കളറ് മക്കളെ ഈ വാദപ്പടി ചവിട്ടല്ലേ ഇപ്പൊ പെയിന്റ് അടിച്ചതേ ഉള്ളൂ. കണ്ട, ഇതാണ് ഫ്രണ്ട്. സ്വിച്ച് ബോർഡൊക്കെ വെച്ച് എന്തെല്ലാ കോളിംഗ് ബെല്ല് കേൾക്കണ്ടേ സൗണ്ട് നിങ്ങൾക്ക്? കണ്ട, ലൈറ്റൊക്കെ ഇട്ട് എല്ലാം ഇട്ട്. ഇതാ ലൈറ്റ് ട്യൂബാണ് ഇട്ടേക്കുന്നത്, കണ്ടില്ലേ? അൽഹംദുലില്ലാ. ഇവിടെ എല്ലാം ഇടാം. മക്കളെ ഈ വാദപ്പടി ചവിട്ടന്നെ വന്ന
കണ്ട നമ്മുടെ അകത്ത തറയെല്ലാം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ നല്ല ടൈലല്ലേ, മാഷാ അല്ലാ. നോക്ക്, ട്യൂബുണ്ട്, മുകളില് പർഗോള അതിലുണ്ട്. ഇതെന്റെ മക്കളെ ആഗ്രഹപ്രകാരം ഒരു മോഡൽ വെച്ചതാണ്. അവർക്ക് ലൈറ്റ് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെതാ ടോപ്പിലൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഷ്ടമാവ വെച്ച് തന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഹാള്, കയറി വരുന്നത് ഹാളിലോട്ടാണ്. മുത്തുമോനൊക്കെ നിൽക്കുന്നുണ്ട്. ആ ബാത്റൂമിൽ കൊണ്ടുപോയിക്കളെ ബക്കറ്റ്. പിന്നെ ആ ചെരുപ്പ് കൊണ്ടുവന്ന് ബാത്റൂമിൽ. ഇത് നമ്മുടെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. നില്ലുമോളെ, നമ്മുടെ ബാത്റൂം കാണിച്ചു തന്നില്ലല്ലേ നിങ്ങൾക്ക്? ഇതാണ് ബക്കറ്റ്. അങ്ങ് പോയി വെച്ചിട്ട് ഇറങ്ങി വാ. വെള്ളത്തിൽ ചവിട്ടല്ലേ അവിടെ, വെള്ളത്തിൽ ചവിട്ടാതെ ഇറങ്ങ്. ഞാൻ ഫാൻ വെച്ചിട്ടുണ്ട് ബാത്റൂമില്. അത് ഫാനിന്റെ ബാത്റൂം കണ്ടില്ലേ നിങ്ങളെ ചൈൽഡ് വർക്കൊക്കെ. ഷവറ്, പുതിയ ബക്കറ്റും കപ്പൊക്കെ വെച്ച് നമ്മൾ രാവിലെ ഇവിടെ ഞാനും എന്റെ സഹോദരനും കൂടെ നോക്ക് ബാത്റൂം കൊള്ളൂലേ. കതവ് കാണിച്ചുതരാം. ഫാൻ ഓഫ് ചെയ്യാം. ഇതാ നോക്ക്, പിന്നെ അറിയില്ലോ എന്നാ കണ്ട ബാത്റൂമിന്റെ അടുത്ത ലുക്ക്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അൽഹംദുലില്ലാ. ഇതൊക്കെ നമുക്ക് കഥകളാണ്, ഇതൊക്കെ കുറച്ച് പോയി എന്നാലും കുഴപ്പമില്ല അൽഹംദുലില്ലാ. വീട്ടിനകത്തതല്ലേ. നമുക്ക് റൂം, ഈ റൂമും ബാത്റൂമും അടുക്കളയാണ് നമ്മൾ ആദ്യം ചെയ്തത്. കാരണം ആദ്യം എനിക്ക് പൈസ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു തറവിറക്കിനുള്ള. പിന്നെ മാമ ഉംറയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ആണ് ഈ ഹാളും സിറ്റ് ഔട്ടും ചെയ്തത്. നമ്മൾ സിമന്റ് ഇടാന്ന് പ്ലാൻ ഇട്ടാണ്. മോൾക്ക് ഈ അടിനോടിന്റെ പ്രശ്നങ്ങൾ പറയില്ലേ, സൗണ്ട് അടപ്പ്. അതുകൊണ്ട് വീടിനകം എല്ലാം അൽഹംദുലില്ലാ പൂർത്തിയായിട്ടുണ്ട്. എയർ ഹോളൊക്കെ നോക്ക് റൗണ്ടാണ്, കൊള്ളൂലേ മാഷാ അല്ലാ. നിങ്ങൾ പറയും ഇത് ഫ്രണ്ട് മാത്രം നമ്മൾ പോളിഷ് ചെയ്ത് ജനലടിച്ചിട്ടുണ്ട്. ബാക്കി ജനലൊക്കെ പെയിന്റ് അടിക്കണത്. നമുക്ക് ഒരു സ്ലാബ് ഉണ്ട്, നമുക്ക് അലമാരയൊന്നും ഇല്ല. ഇത് രണ്ടാമത്തെ ഈ രണ്ട് റൂമിന്റെ നടുക്കിനായിട്ട് കോമൺ ആയിട്ടാണ് ബാത്റൂം. പിന്നെ ഒന്നിന് തുടലേ തന്നെ അപ്പോഴൊക്കെ പെയിന്റ് അടിച്ചേ ഉള്ളു. ഇത് നമുക്ക് ഈ കതവും നമുക്ക് കിട്ടിയതാണ്. എന്റെ കയ്യിലൊക്കെ പെയിന്റ് ആയി, ഇതൊക്കെ ഇനി ഇളക്കണം. ഇത് നമ്മുടെ ഒരു റൂമാണ്. 2 റൂമാണ് നമുക്ക്. കണ്ട ഈ റൂമിലായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ കിടക്കണത്. ഫ്രണ്ട് റൂമിൽ നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ ഫ്രണ്ട് റൂം എടുക്കാന്നാണ് വിചാരിച്ച. മക്കളെ ഞാനും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് അവിടെ നിസ്കരിക്കാന്ന് വിചാരിച്ച്. മുത്തുമോനെയൊക്കെ നിസ്കാരത്തിലൊക്കെ കൂടെ നിർത്തണം. അവരൊരു സുജൂദ് ചെയ്താലും അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ മോട്ടർ പറഞ്ഞില്ലേ, മോട്ടർ ഒരു ആളിന്റെ നമ്മുടെ സ്വന്തത്തിലെ തന്നെ ഒരാളിന്റെ വകയാണ്. അൽഹംദുലില്ലാ. ഇത് നമുക്ക് എന്ത് നീയത്തിലാണ് തന്നത് അതിന്റെ പ്രതിഫലം, അതെന്ത് അവരെ ആ അസുഖങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും ദുആ ചെയ്യും. അതല്ലേ പറഞ്ഞ കിണർ ഒരാളെ വക. പൊന്നെ മാറിയില്ല പൊന്നെ. എന്റെ ഇളയ മോന് ഉറക്കെ എണീറ്റതേ ഉള്ളൂ. അടുക്കളയിലെ ടൈൽ വർക്ക് നിങ്ങൾ കണ്ട അടുക്കള ഭാഗമാണ്. ഈ കിണർ ഒരാളെ വകയാണ്, മോട്ടർ ഒരാളെ വകയാണ്, പിന്നെ സിങ്ക് ഒരാളെ വകയാണ്. മക്കൾ അടയ്ക്കണ്ടവന്നാ. പിന്നെ ഇതൊക്കെ തറയൊക്കെ ഞാൻ കാക്കച്ചിയും കൂടെ തുടച്ച് കഷ്ടം എന്റെ കൂടെ എല്ലാത്തിലും നിന്ന് സഹോദരൻ. ഈ നമ്മൾ ആദ്യം ചെയ്ത ടൈൽ വർക്കാണ്. അതാണ് ഈ റൂമിന്റെ ബാക്കി കട്ട് ചെയ്തിട്ടുണ്ടാ. പിന്നെ ഇത് നമ്മുടെ ഒരു സ്റ്റോർ റൂം. 826 സ്ക്വയർ ഫീറ്റ് ആണ്. ഞാനിത് ലാസ്റ്റ് പറഞ്ഞു മാറി കാണിച്ചു. കണ്ട ഇത് നമ്മളെ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് ടൈൽ ഒട്ടിക്കണം. ഇതെനിക്ക് ഫ്രീക്ക് ഒട്ടിച്ചു തന്നതാണ്. അതാണ് എല്ലാത്തിന്റെയും കട്ട് ചെയ്തത്. ഇത് നമുക്കൊരു സ്റ്റോർ റൂം. കാരണം ഇവിടെ ഫ്രിഡ്ജ് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവര് കളിക്കുമ്പോഴില്ലേ എനിക്ക് അടുപ്പില്ല. നമ്മൾ ആദ്യം അതിനകത്ത് അവരെ വണ്ടി വെക്കാണ്. ഞാൻ ഇതൊക്കെ കൊള്ളൂലേ മാഷാ അല്ലാഹ്, അടിപൊളിയല്ലേ അൽഹംദുലില്ലാ. ഇതൊക്കെ നമുക്ക് ഹാജിയരെ കടയിൽ നിന്ന് കുറഞ്ഞ റേറ്റിന് തന്ന ടൈലുകളാണ്. അദ്ദേഹം എന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി എനിക്ക് വീടിനൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതൊരു കുട്ടിയുടെ വകയാണ്. ഒരു കുട്ടി തന്ന പൈസയിൽ വെച്ചതാണ്. ഈ ഒരു ഇത് ലാസ്റ്റാണ് വെച്ചത്. മാമച്ചി ഉംറയ്ക്ക് പോകാൻ നേരം എന്റെ ഉമ്മായും ബാപ്പായും മാമച്ചിയും എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ട്, പൈസ മാത്രമല്ല അവരെ കഷ്ടപ്പാടാ പടച്ചവനെ. നോക്ക് ഒരു ചിത്രശലഭം എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പച്ചക്കടക്ക്. അൽഹംദുലില്ലാ. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇനി പോരാ കുറവുള്ള പൈസകൾ കൊടുക്കാന്ന് വിചാരിച്ച് പാലുകാച്ച് കഴിയട്ടെ. ചെറിയ രീതിയിൽ ഒരു പാലുകാച്ച് പറഞ്ഞവർക്കെല്ലാം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. അവരെ എന്റെ പൊന്നോന്റെ സുന്നത്താണെന്ന്. ഇപ്പോഴും നമ്മളെ വീട് മക്കളെ ഇത് ഉണ്ട് നമ്മളെ തറ ടൈലുവർക്ക്. ഇത് കൊള്ളൂലേ. എന്റെ അടുക്കളയൊക്കെ നല്ല ഫുൾ വ്യൂ കാണിച്ചൊരു അടുക്കള. എന്ത് ഭംഗിയുള്ള വീടാണല്ലേ. നല്ല എന്ന് വെച്ചാൽ ആ ഒരു കുടുംബത്തിന് അതൊരു സ്വർഗമാണ്. സ്വർഗത്തിനേക്കാളും അപ്പുറമായിട്ടാണ് നെജില പറയുന്നത്. നെജിലയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഓരോരുത്തർ സഹായിച്ചതാണെങ്കിലും ആ ഒരു ആഗ്രഹം സാധിച്ചതും നെജിലയ്ക്കും മക്കൾക്കും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇടം കിട്ടിയത് തന്നെ ഭയങ്കര അനുഗ്രഹം തന്നെയാണല്ലേ. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നെജില നേരത്തെ തന്നെ ഈ ഒരു പാലുകാച്ചിന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വീഡിയോയിൽ പുള്ളിക്കാരത്തെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മളത് കണ്ടതാണല്ലോ. ആ ഒരു വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ഷാജിദ ഷാജി ഇവരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതായത് ഷാജിദ ഈ നെജിലയെക്കുറിച്ച് വളരെ മോശമായിട്ട് രീതിയിൽ തന്നെയാണ് അവർ യൂട്യൂബ് ചാനലിലൂടെ സംസാരിച്ചത്. പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു ക്ലാഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാലും എല്ലാം തെറ്റുകളും പുറത്ത് അവരോട് ഒരു വഴക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാജിദ തന്നെ ഒരു എന്താ പറയുക അവരുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കമന്റ് ഇങ്ങനെയായിരുന്നു: നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, ഒരു ദേഷ്യമില്ലാട്ടോ, എന്തെങ്കിലും പറഞ്ഞ് സങ്കടമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. അപ്പൊ ഷാജിദ ഇവിടെ വന്ന് തന്റെ തെറ്റുകൾ എന്താണെന്നും പറഞ്ഞ് ഒരു പൊരുത്തമൊക്കെ ചോദിക്കുന്നുണ്ട്. മേ ബി അത് നല്ല തന്നെയാണ്. അങ്ങനെ ഒരു മനസ്സിലൊരു വിദ്വേഷം അങ്ങനെയൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതിന് നമ്മുടെ നെജിലയും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു: പൊന്നെ വിഷമിക്കല്ലേ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, മക്കളെയും സ്നേഹിക്കുന്നു, വിഷമിക്കല്ലേ. അപ്പം ആ ഒരു പ്രശ്നം അവരോട് തന്നെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു രീതിയിൽ അവരുടെ ആ ഒരു പ്രോബ്ലം എല്ലാം സോൾവ് ആയിട്ടുണ്ട്. എന്തായാലും നെജില വളരെ ഹാപ്പിയാണ്. അതുപോലെ ഒരുപാട് നന്ദി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ അവർക്ക് ഈ വീടിന് സഹായിച്ച ആൾക്കാരോടൊക്കെ 100 വട്ടം അതിന് നന്ദി അറിയിക്കുന്നുമുണ്ട്. എന്തായാലും നെജില ഹാപ്പി ആയതോടുകൂടി തന്നെ നെജിലയുടെ സബ്സ്ക്രൈബേഴ്സും വളരെ ഹാപ്പിയാണ്.